मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। Done. All clear അല്ലേ? അതെ. Yes, all clear. 3 മണി 50 മിനിറ്റായി കഴിഞ്ഞു. ഷാർപ്പായിട്ട് 4 മണിക്ക് ഫൈനാൻസ് റെപ്രസെന്റേറ്റീവ് ഇവിടെ എത്തും. അപ്പൊ നമ്മൾ ഈ ബ്രീഫ് കേസ് പുള്ളിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. എങ്കിലും മനസ്സമാധാനം കിട്ടൂ. അങ്ങനെ എന്താണ് ഈ ബ്രീഫ് കേസിനകത്തുള്ളത്? സാർ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതെനിക്ക് പറയാൻ പറ്റില്ല. അത് ടോപ്പ് സീക്രട്ട് ആണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏതൊരു കാര്യത്തിലും ഈ ബ്രീഫ് കേസിനകത്തുള്ള സാധനം തെറ്റായ ആളുകളുടെ കയ്യിൽ ചെന്നെത്തരുത്. ഇത് മതിയോ? ഇല്ല, പോരാ. കുറച്ചുകൂടി മുകളിലോട്ട് വരട്ടെ. ഇനിയും മേളിലോട്ടോ? ഇതിൽ കൂടുതൽ എങ്ങനെ പൊക്കാനാ? ഇത് നിന്റെ ഹൈറ്റിനെക്കാളും 3 മടങ്ങ് അധികമാണ്. ഇത് വളരെയധികം ഹൈറ്റിലാണ്. എനിക്കറിയാം, പക്ഷെ നമ്മൾ നമ്മുടെ ഈ പ്രാക്ടീസ് കുറച്ചായിട്ട് വളരെ ചാലഞ്ചിങ് ആയി മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് ഏത് തരം പ്രശ്നങ്ങൾ ഉണ്ടായാലും പരിഹരിക്കാൻ പറ്റൂ. മനസ്സിലായോ? ഇവന്മാര് ഭയങ്കര പ്രാക്ടീസിലാണല്ലോ. ഒന്നും പ്രശ്നമില്ല, ഇതൊക്കെ എനിക്കും ചെയ്യാനറിയാം. ടോണി ബോസ്, ഈ കോട്ടയുടെ കോമ്പറ്റീഷൻ വെക്കുന്നത് അങ്ങ് വിട്ടേക്ക്. അല്ലെങ്കിൽ അത് നിങ്ങളെ ആരോഗ്യത്തിന് പ്രശ്നമാകുവേ. എടാ, ആ കിക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലേ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. പോടാ, അതുപോലെ ഒരു ബാഗ് പൊക്കിക്കൊണ്ടുവാ. ഫുൾ ആയിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുവാ. ഇതിപ്പോ സംഗതി കുഴപ്പമാവും. ടോണി ബോസിന് പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മൾ കിടന്ന് കറങ്ങേണ്ടി വരും. ഇതിപ്പോ സംഗതി ഗുലുമാലായി. ടോണി ബോസിന്റെ മുഖം ബബിൾഗം പോലെ വീർത്തുപോയി. കിക്കോടെ കയ്യിൽ കിക്കുണ്ടെങ്കിലേ എന്റെ കയ്യിൽ എന്താണുള്ളത്? എന്താ ഉള്ളത്? പഞ്ചാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. കൊള്ളാം, എനിക്കിപ്പോ സമാധാനായി. ഇല്ല, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ആർക്കും അകത്ത് കിടന്ന് വരാനോ ഇത് അടിച്ചു മാറ്റി പോകാനോ പറ്റില്ല. സമ്മതിക്കില്ല ഞാൻ. സാർ ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ് സാർ. ഇവിടെ അടുത്തൊന്നും ആരും ഇല്ലെന്നേ. ഇനി ആകാശത്ത് നിന്ന് ആരെങ്കിലും ഇറങ്ങി വരുമോ? പെട്ടെന്ന് ഈ മിന്നൽ എവിടെ നിന്നാണ് വന്നത്? എന്താണ് സംഭവിച്ചത്? ശരിക്കും ഇപ്പോൾ ആരും ആകാശത്ത് നിന്നുമാണ് വന്നിറങ്ങിയിരിക്കുന്നത്. ദൈവം വാരിക്കോരി തരുമ്പോ റൂഫ് തല്ലിപ്പൊളിച്ചാ തരുന്നത്. അതേപോലെ ഈ ക്ലൗഡി റൗഡിയെ അടിച്ചു മാറ്റിട്ട് പോകുമ്പോ റൂഫ് തല്ലിപ്പൊളിച്ച് തന്നെയാ കൊണ്ടുപോകുക. എന്റെ പേര് ക്ലൗഡി റൗഡി എന്നാണ്. അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് എന്റെ ഒരു രീതിയാടാ. എന്താ ഇതൊക്കെ? അവൻ ആ ടോപ്പ് സീക്രട്ട് ബോക്സ് തട്ടിയെടുത്തോണ്ട് പോയല്ലോ. ഇനിയിപ്പോ എന്തു ചെയ്യും? മേജറിനോട് എന്തുത്തരം പറയും? മമ്മി, നിന്റെ കിക്ക് വളരെ സൂപ്പർ ആയിരുന്നു. നിന്റെ ഫസ്റ്റ് കിക്ക് തന്നെ സക്സസ്ഫുൾ കിക്കായിരുന്നു. അതേ സമയത്ത് നല്ല പവർഫുള്ളുമായിരുന്നു. ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ഭയങ്കരമായ ഒരു സിഗ്നലാണ് വരുന്നത്. ദേ, ഒരു അങ്കിൾ ആകാശത്ത് പറന്നു പോകുന്നത് കണ്ടോ? ഇയാള് കാരണം എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അതാദ്യം കണ്ടുപിടിക്കണം. ഗുഡ് ആഫ്റ്റർനൂൺ അങ്കിൾ.
സോറി ടു ഡിസ്റ്റർബ് യു. നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഓടിപ്പോവാൻ ശ്രമിക്കുകയാണോ? ഞാൻ എന്റെ ജോലി ചെയ്തിട്ട് ഓടി പോവുകയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് നീ മനസ്സിലാക്കിയാ മതി. ക്ലൗഡി റൗഡി, അതാണ് എന്റെ പേര്. അടിച്ചു മാറ്റി പോകുന്നത് എന്റെ ഒരു രീതിയാണ് മോനെ. അങ്ങനെ മോഷ്ടിക്കുന്നത് തെറ്റാണ് അങ്കിൾ. നിങ്ങൾ മോഷ്ടിച്ചത് തിരിച്ചു കൊടുത്ത് തെറ്റ് ശരിയാക്കി മാറ്റണം. ക്ലൗഡി റൗഡി ഒരിക്കലും നല്ല കാര്യം ചെയ്യില്ല. നീ നന്നായിട്ട് ഓടുന്നുണ്ട് കിക്കോ. പക്ഷെ ഇതുപോലെ എത്ര ദൂരം ഓടും? നിനക്ക് കാറ്റിൽ പറക്കാൻ അറിയാമോ? ബൈ ബൈ കിക്കോ, സീ യു. ക്ലൗഡി റൗഡി എന്നാണ് എന്റെ പേര്. അടിച്ചു മാറ്റി പോകുന്നത് എന്റെ ഒരു രീതിയാണ്. ഇങ്ങനെ പോയാൽ അയാളെ എനിക്ക് പിടികൂടാൻ പറ്റില്ല. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടെ നടി വന്നെത്തുന്ന ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, ഇനി നീ റോഡിലല്ല കാറ്റിൽ പറക്കണം. ഫോർമുല നമ്പർ 804 ആക്ടിവേറ്റ് ചെയ്യ്. ഫോർമുല നമ്പർ 804 ആക്ടിവേറ്റഡ്. സൂപ്പർ സ്പീഡോ ഇപ്പോൾ ഫ്ലൈയിങ് കാറായി മാറിക്കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ, നമുക്ക് ക്ലൗഡി റൗഡി അങ്കിളിനെ ഫോളോ ചെയ്യണം. അയാൾ എന്തോ ഒരു സാധനം മോഷ്ടിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ നീ എന്നെ ഫോളോ ചെയ്യുന്നത് നിർത്തില്ല അല്ലടാ കിക്കോ? തെറ്റ് ചെയ്യുന്നവരെ ഞാൻ ഫോളോ ചെയ്യാതെ വിടുന്ന പ്രശ്നമേ ഇല്ല അങ്കിൾ. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ മോഷ്ടിച്ച ആ സാധനം തിരിച്ചു കൊടുത്തേക്കൂ. നിങ്ങളും പോലീസിൽ സറണ്ടർ ആകണം. ക്ലൗഡി റൗഡി ആരുടെ മുമ്പിലും ഒരിക്കലും സറണ്ടർ ആവില്ല. ഇന്നാ പിടിച്ചോ കിക്കോ എന്റെ തണ്ടർ. രക്ഷപ്പെട്ടു അല്ലേ? പക്ഷെ എത്ര കാലം രക്ഷപ്പെടും? സൂപ്പർ സ്പീഡോ, നമ്മളിപ്പോ ഡിഫൻസ് അല്ല ചെയ്യേണ്ടത്, സൂപ്പർ അറ്റാക്ക് ആണ് ചെയ്യേണ്ടത്. ഫോർമുല നമ്പർ 161. ഓക്കെ ബോസ്, ഫോർമുല നമ്പർ 161 ആക്ടിവേറ്റഡ്. ഈ ഫോർമുല പവർഫുൾ ആണ്. ഇതാ വലിച്ചെറിഞ്ഞു നെറ്റ്. ക്ലൗഡി റൗഡി എന്നാണ് എന്റെ പേര്. അടിച്ചു മാറ്റി പോകുന്നത് എന്റെ ഒരു രീതിയാണ്. എന്റെ റോക്കറ്റ് ഈ നെറ്റൊക്കെ വെട്ടിയെറിഞ്ഞ് പറന്നു പോകും, നോക്കിക്കോ. സൂപ്പർ സ്പീഡോ, അവന്റെ നേർക്ക് ഫുൾ സ്പീഡിൽ ചെല്ല്. വേഗം ചെല്ല്. ഓക്കെ ബഡി. വിട്ടോടാ മോനെ ക്ലൗഡി, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ. അത് കണ്ടോ, അയാൾ ആ മേഘത്തിന് നടുക്ക് കയറി കഴിഞ്ഞു. വേഗം ചെല്ല്. ക്ലൗഡി അങ്കിൾ മേഘങ്ങൾ കടന്ന് പറന്നു പോവുകയാണ്. എന്നാ പിന്നെ നമുക്കും മേഘങ്ങളെ കടന്നങ്ങോട്ട് പോകാം. ഇനി നമ്മൾ ക്ലൗഡി റൗഡിയെ പിടിക്കാതെ തിരിച്ചു പോവില്ല. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ആ ക്ലൗഡി അങ്കിൾ എങ്ങോട്ടാണ് പോയത്? ക്ലൗഡി റൗഡി നമ്മളോട് കളിക്കുകയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമ്മൾ അവനെ എങ്ങനെ തേടി കണ്ടുപിടിക്കും? ക്ലൗഡി റൗഡി എന്നാണ് എന്റെ പേര്. അടിച്ചു മാറ്റി പോകുന്നത് എന്റെ ഒരു രീതിയാണ്. ആകാശത്ത് നിന്നും പൊട്ടിവിടരും, പിന്നെ മേഘങ്ങൾക്കിടയിൽ പതുങ്ങിയിരിക്കും. എന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് മേഘത്തിനും പിന്നെ ആ ഒറിജിനൽ മേഘത്തിനും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ നിനക്കൊന്നും പറ്റില്ലടാ മോനെ കിക്കോ. ഇനി ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് നമ്മൾ ആ ക്ലൗഡി റൗഡിയെ കണ്ടെത്തിയേ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ബ്രീഫ് കേസ് തിരിച്ചു കിട്ടുകയുള്ളൂ. ഓൾറെഡി ഒരു പ്രാവശ്യം ഞാൻ പറന്നു പോകുന്ന ഡ്രാഗനെ കിക്ക് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തോ? ആ അതെ, ഞാൻ തന്നെ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വീഴും. ഇഷ്, ഔ. ഈ. സർ, ബ്രീഫ് കേസിനകത്ത് എന്താണുള്ളത്? ആ കാര്യം ഒരു ടോപ്പ് സീക്രട്ട് ആണ്. എന്നാലും ഇപ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞേ പറ്റൂ. അതിനകത്തൊരു കോമ്പസ് ഉണ്ട്.
ക്ലൗഡി റൗഡി, അതാണ് എന്റെ പേര്. അടിച്ചു മാറ്റി പോകുന്നത് എന്റെ ഒരു രീതിയാണ്. ഇതുവരെ ഞാൻ മോഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും വിലയുയർന്ന സാധനം ഇത് തന്നെയാണ്. എന്താ സാറേ ഈ പറയുന്നത്? അത്ര വലിയ പെട്ടിയിൽ എന്തിനാ ഇത്ര ചെറിയ കോമ്പസ് വെച്ചിരിക്കുന്നത്? സാർ ഇപ്പൊ പറഞ്ഞത് ശരിയാണ് സാർ. ഒരു ചെറിയ കോമ്പസിന് വേണ്ടി സാർ എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നേ? അത് സാധാരണ ഡയറക്ഷൻ കാണിക്കുന്ന കോമ്പസ് അല്ല, അതൊരു തരം സ്പെഷ്യൽ ഗോൾഡൻ കോമ്പസ് ആണ്. അത് സൺസിറ്റിയുടെ നിധി എവിടെയുണ്ടെന്ന് കാണിക്കുന്ന കോമ്പസ് ആണ്. ഇപ്പൊ അത് തെറ്റായ ഒരാളുടെ കയ്യിൽ ചെന്നപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അവനെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന തോന്നുന്നു. നമുക്കെല്ലാം നഷ്ടമാകാൻ പോവുകയാണ് മമ്മി. ശരിക്കും അത് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ക്ലൗഡി റൗഡി അത്ര സാധാരണ കള്ളനൊന്നുമല്ല. ഇനി ഒരു പ്രാവശ്യം ഞാൻ താഴേക്ക് പോകണം. കാരണം അതിനുശേഷം എനിക്ക് ഈ ജന്മത്തിൽ മോഷ്ടിക്കേണ്ട ആവശ്യം വരില്ല. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറാൻ പോവുകയാണ്. ആ നിധിക്കകത്ത് വിലയുയർന്ന രത്നങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ യുറേനിയം, യുട്ടോണിയം, റേഡിയമും അതിനകത്തുണ്ട്. അതൊക്കെ അവന്റെ കയ്യിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സൺസിറ്റി കുറച്ചു കുറച്ചായി നശിച്ചു പോകും. പിന്നെ ഇവിടെ ഉള്ളതെല്ലാം നമ്മുടെ കൈവിട്ടു പോകും. അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. മേയർ അങ്കിളുടെ ഈ ടോപ്പ് സീക്രട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ സ്ഥലം എവിടെയാണെന്ന് അറിയാതെ നമുക്ക് ആ സ്ഥലത്തിന് എങ്ങനെ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റും? പറന്നു എന്റെ റൗഡി പ്ലെയിൻ. ഇപ്പൊ സൺ സിറ്റിയുടെ നിധി അടിച്ചു മാറ്റിയിട്ട് ശരിക്കും ഞാൻ ഈ ആകാശത്ത് ഒരു കൊട്ടാരം ഉണ്ടാക്കാൻ പോവുകയാണ്. അവന്മാർ ആ നിധി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെയും എത്തിക്കഴിഞ്ഞോ? മേയർ അങ്കിൾ, നിധി എവിടെയാണുള്ളത്? അതൊക്കെ പറയാം. അതൊരു വ്യത്യസ്തമായ നിധിയാണ്. അടിയാഴങ്ങളിലാണ് അത് പതുക്കി വെച്ചിരിക്കുന്നത്. ആർക്കും അത് കണ്ടെത്താൻ സാധിക്കുകയില്ല. കൊള്ളാം, ശരിക്കും അത് വലിയ സീക്രട്ട് തന്നെയാണ്. ആർക്കും അത്ര പെട്ടെന്ന് അത് ട്രേസ് ചെയ്യാൻ പറ്റില്ല. ശരിയാണ്. പക്ഷേ ക്ലൗഡി റൗഡിയുടെ കയ്യിൽ കോമ്പസ് ഉണ്ട്. അത് വെച്ചവൻ ആ നിധി കണ്ടെത്തും. ആ നിധി എക്സാക്ട്ലി ഇതേ ലൊക്കേഷനിൽ എവിടെയോ ഉണ്ട്. ഇപ്പൊ എന്റെ ഈ ക്ലൗഡ് പ്ലെയിനിന്റെ തണ്ടറിന്റെ പവർ നോക്കിക്കോ. കീക്കോയും അവന്റെ ടീമും ഇപ്പോ തെറിച്ച് തരിപ്പണമാകാൻ പോവുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ക്ലൗഡി റൗഡി, അതാണ് എന്റെ പേര്. അടിച്ചു മാറ്റി പോകുന്നത് എന്റെ ഒരു രീതിയാണ്. ആകാശത്തിൽ നിന്നും പൊട്ടി വിടരും, മേഘങ്ങൾക്കിടയിൽ പതുങ്ങിയിരിക്കും. എന്നെ പിടികൂടാൻ നീ ഒരിക്കലും ശ്രമിക്കേണ്ട. ആർക്കും എന്നെ പിടികൂടാൻ കഴിയില്ല. ആ നിധി സൺസിറ്റിയിലെ ജനങ്ങളുടേതാണ്. ഞാൻ ആ കള്ളന്റെ കയ്യിൽ നിന്ന് ആ നിധി തിരിച്ചു കൊണ്ടുവന്നിരിക്കും. വേഗം, അതിവേഗം, എമർജൻസി. R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ക്ലൗഡി റൗഡി സൺസിറ്റിയിലെ നിധി മുഴുവനും അടിച്ചു മാറ്റിക്കൊണ്ടു പോവാണ്. നമ്മൾ ആ നിധി തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഫോർമുല നമ്പർ 804. ഫോർമുല നമ്പർ 804 ആക്ടിവേറ്റഡ്. വീണ്ടും എന്റെ കിക്ക് വാങ്ങിക്കാൻ വേണ്ടി നീ വന്നിരിക്കുകയാണല്ലേ? അങ്കിൾ, നിങ്ങൾ ഒരു കാര്യം മറന്നു തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എവിടെയോ പോയി പതുങ്ങിയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾ എവിടുന്ന പ്രശ്നമേ ഇല്ല. അത്ര പെട്ടെന്നൊന്നും നിന്നെ കൊണ്ട് എന്നെ പിടിക്കാൻ പറ്റില്ല കിക്കോ. ഈ പ്രാവശ്യം ക്ലൗഡി റൗഡി ഭയങ്കര പ്ലാനോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം ഞാനും മാസ്റ്റർ പ്ലാനോട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാറിന്റെ മേലെ ഒരു കവർ കൊടുത്തതുകൊണ്ട് നീ തണ്ടറിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ? പക്ഷെ ഈ ബോംബുകളിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടും? ഇതിനിപ്പോ ഒരു വഴിയേ ഉള്ളൂ. ഫോർമുല നമ്പർ 513. ഇനി ഞാൻ എന്റെ ക്ലൗഡ് പ്ലെയിനിൽ ഇരുന്നോണ്ട് വേണം ഇവനോട് കളിക്കാൻ.
ക്ലൗഡി റൗഡിയുടെ വീട് മേഘങ്ങൾക്കിടയിലാണ്. ലോകത്തിലുള്ള ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഇനി അറിയാനും പോകുന്നില്ല. അവൻ എങ്ങോട്ടാ പോയത്? മണ്ണിന്റെ അടിയിലാണോ അതോ ആകാശത്തെ മുകളിലാണോ? അങ്ങനെ പോകാൻ വഴിയില്ലല്ലോ. ഒരുപക്ഷെ മേഘത്തിനിടയിലായിരിക്കാം. അവൻ എപ്പോഴും മേഘത്തിനടുത്തെത്തുമ്പോൾ മായമായി മറഞ്ഞു പോകാറുണ്ട്. ആദ്യം മേഘങ്ങൾക്കിടയിൽ സെർച്ച് ചെയ്യാം. പോയ പ്രാവശ്യം നമ്മൾ ഡ്രൈ ആൽബ്ലാസ്റ്റേഴ്സ് ഫിക്സ് ചെയ്തത് നന്നായി. പക്ഷേ കിക്കോ, ഇത്രയും അധികം മേഘത്തിനിടയിൽ നമ്മൾ അവനെ എങ്ങനെ കണ്ടുപിടിക്കും? മേഘങ്ങൾക്കിടയിൽ സെർച്ച് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും ആകില്ല. മേഘങ്ങളെ നോക്കി ഡ്രൈ ആൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം കണ്ടൻസ്ഡായി മഴ പെയ്യാൻ തുടങ്ങും. എന്റെ ദൈവമേ, ഇവൻ കുറച്ചായിട്ട് എല്ലാ മേഘങ്ങൾക്കിടയിലും ക്ലൗഡ് ഫീഡിംഗ് ചെയ്ത് മഴയാക്കി മാറ്റുകയാണ്. ഓ മൈ ഗോഡ്, ആ ക്ലൗഡിൽ മാത്രം ഒരു എഫക്റ്റും കാണുന്നില്ലല്ലോ. എന്റെ എക്സ്ട്രീം വിഷനിൽ കണ്ടത് ഞാൻ പറയാം. ആ ക്ലൗഡിനകത്ത് എന്തോ സോളിഡ് ആയിട്ടുണ്ട്. എങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലൗഡി റൗഡി ഈ ക്ലൗഡിനകത്ത് തന്നെ കാണുമായിരിക്കും. പറയാതെ പറ്റില്ല ഹിക്കോ. ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നീ ഒന്ന് ചെയ്തിരിക്കുന്നത്. എന്റെ ഈ ഡമ്മിയായ മേഘത്തെ നീ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. എന്റെ പ്ലെയിനെയും നീ കണ്ടുപിടിച്ചു. ഇതുവരെ ആരും എന്നെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോ നീ ആ രഹസ്യം കണ്ടെത്തി കഴിഞ്ഞു. ഫോർമുല നമ്പർ 75 ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആ ഫോർമുല നമ്പർ ആക്ടിവേറ്റ് ചെയ്തേക്കാം. അവനെ മൊത്തമായിട്ട് അങ്ങ് തട്ടി തകർത്തേക്കാം. ഇതിന്റെ ലൈറ്റിംഗ് വളരെ പവർഫുൾ ആണെന്ന് തോന്നുന്നല്ലോ. ഇങ്ങനെ പോയാൽ നമുക്ക് അവനെ താഴേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി എത്ര കാലം രക്ഷപ്പെടും നീ? എന്റെ മിന്നലിൽ നിന്ന് രക്ഷപ്പെടുകയാണല്ലേ? ഇപ്പൊ നോക്കിക്കോ, മിന്നലുകൾ പാടയെടുത്ത് വരാൻ പോവുകയാണ്. സൂപ്പർ സ്പീഡോ, മൗണ്ടൈനടുത്തേക്ക് പോകൂ. ട്വിൻ പീക്സ് ഉള്ളിടത്തേക്ക് പോകൂ. പൊട്ടിത്തെറിച്ച് തവിട് പൊടിയാകും. നിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്ക് സൂപ്പർ സ്പീഡോ. ക്ലൗഡി അങ്കിൾ അടുത്തേക്ക് വരട്ടെ. ഓക്കേ ബഡി. ഇപ്പൊ ട്വിൻ പീക്സിന് നടുവിലൂടെ ചെല്ല്. ശടാ, ഇതെന്ത് പറ്റി? എന്റെ പ്ലെയിൻ നടുവിൽ കുടുങ്ങിയിരിക്കുകയാണല്ലോ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? ക്ലൗഡി റൗഡിയെ ആർക്കും തടയാൻ പറ്റില്ല. എന്റെ മിന്നലുകളെ എല്ലാം ഉപയോഗിക്കാൻ പോവാണ്. പർവ്വതങ്ങളെ തവിട് പൊടിയാക്കും ഞാൻ. ക്ലൗഡി റൗഡി അങ്കിളിന്റെ വെപ്പൺസ് എല്ലാം തീരാറായി. ഇതാണ് ശരിയായ സന്ദർഭം. ഫോർമുല നമ്പർ 432 ആക്ടിവേറ്റ് ചെയ്യ്. ഫോർമുല നമ്പർ 432 ആക്ടിവേറ്റഡ്. എതിരികൾക്ക് കൊടുക്കൂ പ്രഷർ. ബുൾഡോസർ കൊണ്ട് ബോണറ്റ് തകർക്കൂ. Listen up, let's shoot for the stars. Check me out, I'm a flying car. Cloudy, better get ready, we are coming for you. It's about to get heavy. Cloudy, rowdy, whoever you are, stop running, you won't get far. You won't be able to hide in these clouds. I'm gonna show you what I am about. You're gonna get caught, you're gonna get caught, you're gonna get caught. Vroom, vroom, you're gonna get caught, you're gonna get caught, you're gonna get caught. Vroom, vroom. സൂപ്പർ സ്പീഡോ, ആ ബാഗ് താഴെ വീഴാതെ നമ്മൾ എടുക്കണം. ठीक আছে ബഡി. ക്ലൗഡി റൗഡി അങ്കിളിനെ ഞാൻ നോക്കിക്കോളാം. നിന്നെ കൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ വീണാൽ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. നീ വീണാൽ നിന്റെ കാര്യം പോക്കാണ്.
Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.